ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ് സോഷ്യൽ സയൻസ് മലയാള മീഡിയം, അതായത് സാമൂഹ്യ ശാസ്ത്രത്തിലെ യൂണിറ്റ് 1 മധ്യകാല ഇന്ത്യ എന്ന് പറയുന്ന യൂണിറ്റിലെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് അവയെ തിരിച്ചറിയുക. അപ്പോൾ ഏതാണ് ആദ്യത്തെ ചിത്രം? മധ്യകാല ഇന്ത്യ ഭരിച്ച 2 രാജ്യങ്ങളുടെ ചരിത്രശേഷിപ്പുകളാണിത്. ആദ്യത്തെ ചിത്രം ചെങ്കോട്ടയാണ്, രണ്ടാമത്തേത് ഹംപിയുമാണ്. രണ്ടാമത്തെ ചോദ്യം, 1526 മുഗൾ ഭരണം സ്ഥാപിച്ച ഭരണാധികാരി ആരാണ്? 1526 മുഗൾ ഭരണം സ്ഥാപിച്ച ഭരണാധികാരി ആരാണ്? ബാബർ. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം, മുഗൾ കാലഘട്ടത്തിലെ പ്രധാന ഭരണാധികാരികളുടെ പേരെഴുതുക. ആരൊക്കെയാണ്? ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ്. അപ്പോൾ അവർ ഭരിച്ചിരുന്ന വർഷമാണ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്. നാലാമത്തെ ചോദ്യം, ഭൂപടത്തിൽ നിന്നും ഇന്നത്തെ ഏതെല്ലാം രാജ്യങ്ങളിൽ മുഗൾ ഭരണം വ്യാപിച്ചിരിക്കുന്നുവെന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്തുക. ഏതൊക്കെയാണ്? അപ്പോൾ ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പ്രവർത്തനമാണ്. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളിലാണ്? അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്. ഇനി അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് തുടക്കമിട്ട യുദ്ധം ഏതാണ്? ഏത് യുദ്ധമാണ്? 1-ാം പാനിപ്പത്ത് യുദ്ധം. ഇനി ആറാമത്തെ ചോദ്യം, 1-ാം പാനിപ്പത്ത് യുദ്ധം എന്താണ്? ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായ ഇബ്രാഹിം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും 1526 ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് ഏറ്റുമുട്ടി. 1-ാം പാനിപ്പത്ത് യുദ്ധം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ യുദ്ധവിജയത്തിലൂടെയാണ് ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം, അക്ബർ ചക്രവർത്തിയുടെ മരണശേഷം ജസ്യൂട്ട് പാതിരി പിയറി ജാരിക് എഴുതിയ അനുശോചനക്കുറിപ്പിൽ നിന്നും മുഗൾ ഭരണാധികാരിയായിരുന്ന അക്ബറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു? അക്ബർ അതിശക്തനായ ചക്രവർത്തിയായിരുന്നു. ഉയർന്ന താഴ്ന്ന വിഭാഗങ്ങൾ എന്ന തരംതിരിവില്ലാതെയും പരിചിത അപരിചിത വ്യത്യാസമില്ലാതെയും തുല്യനീതി നടപ്പാക്കി. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം വേർതിരിവില്ലാതെ എല്ലാവരെയും തുല്യമായി പരിഗണിച്ചു. കരുത്തരോട് ശക്തമായും അശക്തരോട് കരുണയോടെയും പെരുമാറി. എട്ടാമത്തെ ചോദ്യം, അക്ബർ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? കുറിപ്പ് തയ്യാറാക്കുക. 1575 തൻ്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സ്ക്രീയിൽ അക്ബർ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചു. വിവിധ മതങ്ങളിലെ പണ്ഡിതരും പ്രമുഖരും ഇവിടെ ഒത്തുചേർന്നിരുന്നു. അക്ബർ പിന്തുടർന്നിരുന്ന മതസഹിഷ്ണുത നയത്തിന് ഉത്തമ ഉദാഹരണങ്ങളാണ് ഇത്തരം ചർച്ചകൾ. ചോദ്യം, എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ സംയോജിപ്പിച്ച് അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് എന്ത്? ദിൻ-ഇലാഹി. ദിൻ-ഇലാഹിയുടെ ദർശനത്തിൻ്റെ കാതൽ എന്താണ്? എല്ലാവർക്കും സമാധാനം. ഒന്നാമത്തെ ചോദ്യം, ജാസിയ എന്ന മതനികുതി നിർത്തലാക്കിയത് ആരാണ്? അക്ബർ ചക്രവർത്തിയുടെ രാജകൊട്ടാരത്തിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചവരിൽ പ്രധാനികൾ ആരായിരുന്നു? രാജ ടോഡർമാൽ, രാജ മാൻസിംഗ്, രാജ ഭഗവന്താസ്, പിന്നെ അതുപോലെ തന്നെ ബീർബൽ. 13ാമത്തെ ചോദ്യം, മുഗളന്മാരുടെ മൻസബ്ദാരി സമ്പ്രദായത്തെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക. മുഗൾ കാലഘട്ടത്തിൽ രാജ്യം വിപുലമാക്കുന്നതിനും വിസ്തൃതമാക്കപ്പെട്ട രാജ്യം നിലനിർത്തുന്നതിനും ശക്തമായ സൈന്യം ആവശ്യമായിരുന്നു. ഇതിനുവേണ്ടി അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് മൻസബ്ദാരി. സമ്പ്രദായം അനുസരിച്ച് ഓരോ ഉദ്യോഗസ്ഥൻ്റെയും കീഴിൽ ഒരു സൈനിക
വ്യൂഹമുണ്ടായിരിക്കും. ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് മൻസബ് എന്ന പദവി സൂചിപ്പിക്കുന്നത്. നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിനനുസരിച്ച് ആയിരുന്നു മൻസബ്ദാരുടെ പദവി നിശ്ചയിച്ചിരുന്നത്. അടുത്തത് 14ാമത്തെ ചോദ്യം. മുഗൾ ഭരണരീതിയെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? മുഗൾ ഭരണത്തിൽ അക്ബറിൻ്റെ കാലത്താണ് ഒരു ഭരണക്രമം ഫലപ്രദമായി രൂപപ്പെടുത്തിയത്. ഭരണ സൗകര്യത്തിനായി ഗ്രാമങ്ങൾ ചേർന്ന് പർഗാനകളും, പർഗാനകൾ ചേർന്ന് സർക്കാരുകളും, സർക്കാരുകൾ ചേർന്ന് സഭകളുമായി രാജ്യത്തെ വിഭജിക്കപ്പെട്ടിരുന്നു. പരമാധികാരിയും സർവ്വസൈന്യാധിപനും നിയമനിർമ്മാതാവും അന്തിമ ന്യായാധിപനും ചക്രവർത്തിയായിരുന്നു. മുഗൾ കാലഘട്ടത്തിൽ നീതിന്യായ നിർവഹണത്തിനായി ഇന്നത്തെ പോലെ പ്രത്യേകതരം കോടതികൾ ഉണ്ടായിരുന്നില്ല. തദ്ദേശീയരായ മതപണ്ഡിതന്മാരാണ് തർക്കങ്ങളിൽ അന്വേഷണം നടത്തി തീർപ്പ് കൽപ്പിച്ചിരുന്നത്. ഈ തീരുമാനത്തിൽ അസംതൃപ്തിയുള്ളവർക്ക് ചക്രവർത്തിയോട് നേരിട്ട് പരാതി പറയാൻ അവസരമുണ്ടായിരുന്നു. ഭരണകാര്യങ്ങളിൽ രാജാവിന് ഉപദേശം നൽകുന്നതിനായി മന്ത്രിമാരെയും വകുപ്പ് അധ്യക്ഷന്മാരെയും നിയമിച്ചിരുന്നു. 15ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്ന ചിത്രം കാണുക. ഇതിൽ നിന്നും മുഗൾ ഭരണകാലത്തെ ഭരണരീതിയെക്കുറിച്ച് എന്തു മനസ്സിലാക്കും? അപ്പോൾ എന്താ? സുബ, സർക്കാർ, പർഗാന, ഗ്രാമം. മുഗൾ ഭരണത്തിൽ ഭരണ സൗകര്യത്തിനായി ഗ്രാമങ്ങൾ ചേർന്ന് പർഗാനകളും, പർഗാനകൾ ചേർന്ന് സർക്കാരുകളും, സർക്കാരുകൾ ചേർന്ന് സുബകളുമായി രാജ്യത്തെ വിഭജിക്കപ്പെട്ടിരുന്നു. 16ാമത്തെ ചോദ്യം. മുഗൾ കാലഘട്ടത്തിലെ സാമൂഹിക സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക. ഫ്യൂഡൽ സാമൂഹ്യ വ്യവസ്ഥിതിയായിരുന്നു മുഗൾ ഭരണകാലത്ത് നിലനിന്നിരുന്നത്. സമൂഹം പല തട്ടുകളായി വിഭജിക്കപ്പെട്ടിരുന്നു. സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ സാധാരണക്കാരും ഏറ്റവും മുകളിൽ രാജാവുമായിരുന്നു. ജനങ്ങളുടെ ജീവിത നിലവാരം വേതനത്തെയും വരുമാനത്തെയും ആശ്രയിച്ചായിരുന്നു. ജനങ്ങളിൽ ഭൂരിഭാഗവും കർഷകരായിരുന്നു. അവർക്കിടയിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. ഓരോ സ്ഥലത്തെയും ജനങ്ങളുടെ ജീവിത രീതി, ഭക്ഷണം, വസ്ത്രം എന്നിവയിൽ വളരെയധികം വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു. നെല്ല്, ഗോതമ്പ്, ബാർലി, കരിമ്പ്, പരുത്തി, എണ്ണക്കുരുക്കൾ തുടങ്ങിയവ അക്കാലത്തെ പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങളായിരുന്നു. 18ാമത്തെ ചോദ്യം. മുഗൾ ഭരണകാലത്തെ നഗരങ്ങൾ ഇന്ന് ഏതെല്ലാം രാജ്യങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക. നഗരങ്ങൾ. ധാക്ക, അതേതാണ്? ബംഗ്ലാദേശ്. ദെൻ മുർഷിദാബാദ്, ഇന്ത്യ. ലാഹോർ, പാകിസ്ഥാൻ. സൂറത്ത്, ഇന്ത്യ. ആഗ്ര, ഇന്ത്യ. അടുത്ത ചോദ്യം. ഐൻ-ഇ-അക്ബരി, അക്ബർനാമ എന്നീ ഗ്രന്ഥങ്ങളുടെ രചയിതാവ് ആരാണ്? അബുൽ ഫസൽ. 20ാമത്തെ ചോദ്യം. മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ ഭാഷയിലേക്ക് മഹാഭാരതം വിവർത്തനം ചെയ്തത് ആരാണ്? ദാരാ ഷുക്കോ, മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ്റെ മകൻ. ഇനി 21ാമത്തെ ചോദ്യം. ഇന്ത്യൻ വാസ്തുവിദ്യാ ശൈലിയുടെയും മുഗളന്മാർ ഇവിടെ കൊണ്ടുവന്ന പേർഷ്യൻ വാസ്തുവിദ്യാ ശൈലിയുടെയും സമന്വയത്തിന് ഉദാഹരണങ്ങൾ എഴുതുക. ഏതൊക്കെയാണ്? താജ്മഹൽ, ആഗ്ര കോട്ട, ചെങ്കോട്ട. അടുത്ത 22ാമത്തെ ചോദ്യം. പേർഷ്യൻ, ഹിന്ദി ഭാഷകൾ കൂട്ടിച്ചേർന്ന് രൂപം കൊണ്ട പുതിയ ഭാഷ ഏതാണ്? ഉറുദു. വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് ആരാണ്? 1336 ഹരിഹർ വിജയനഗര സഹോദരന്മാരാണ്. ഭരണാധികാരി ആരായിരുന്നു? കൃഷ്ണദേവരായ. ഇനി അടുത്തത് 1800 ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥൻ ആരാണ്? കേണൽ മക്കൻസി.
26ാമത്തെ ചോദ്യം, വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക. 1336 സിഇയിൽ ഹരിഹാൻ, ബുക്കാൺ എന്നീ സഹോദരന്മാരാണ് വിജയനഗരം സ്ഥാപിച്ചത്. ദക്ഷിണേന്ത്യയിലെ ശക്തവും സമ്പന്നവുമായ രാജ്യമായിരുന്നു വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ. വിജയനഗരം, വിജയത്തിൻ്റെ നഗരം, ഒരേ സമയം ഒരു നഗരത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പേരായിരുന്നു. കൃഷ്ണദേവരായരുടെ ഭരണകാലം രാജ്യവ്യാപനത്തിൻ്റെയും വികസനത്തിൻ്റെയും കാലഘട്ടമായിരുന്നു. ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് നടത്തിയിരുന്നു. തലസ്ഥാന നഗരമായ ഹംപിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതോടൊപ്പം കോട്ടകളും കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും നിർമ്മിച്ചു. വിജയനഗരത്തിൽ ഉൾപ്പെട്ട ഇന്നത്തെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക. ഏതൊക്കെയാണ്? കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന. 29ാമത്തെ ചോദ്യം, അക്ബറിൻ്റെയും കൃഷ്ണദേവരായരുടെയും മതന്യായങ്ങൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അക്ബറും കൃഷ്ണദേവരായരും എല്ലാ മതങ്ങളെയും ഒരേപോലെയാണ് പരിഗണിച്ചത്. വിവിധ മതങ്ങളിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ വിശ്വാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അനുവദിച്ചിരുന്നു. രണ്ട് ഭരണാധികാരികളും മതസഹിഷ്ണുതയുള്ളവരായിരുന്നു. ആളുകൾക്ക് തുല്യനീതിയും തുല്യപരിഗണനയും ലഭിച്ചു. അടുത്ത ചോദ്യം, കൃഷ്ണദേവരായരുടെ കൊട്ടാരം അലങ്കരിച്ചിരുന്ന പണ്ഡിതന്മാർ അറിയപ്പെട്ടിരുന്ന പേര് എന്തായിരുന്നു? അഷ്ടദിഗ്ഗജങ്ങൾ. ഓക്കെ, ഇനി അടുത്ത 32ാമത്തെ ചോദ്യം, വിജയനഗരത്തിലെ ഭരണ സംവിധാനത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ മണ്ഡലങ്ങൾ, നാടുകൾ, സ്ഥലം, ഗ്രാമങ്ങൾ എന്നിങ്ങനെ വിഭജിച്ചിരുന്നു. രാജാവിനെ സഹായിക്കാൻ മന്ത്രിസഭ ഉണ്ടായിരുന്നു. മന്ത്രിമാരെ തരം താഴ്ത്തുന്നതിലും ശിക്ഷിക്കാനുമുള്ള അധികാരം രാജാവിനുണ്ടായിരുന്നു. നീതി നിർവഹണത്തിനായി വിവിധ തലങ്ങളിൽ കോടതികൾ സ്ഥാപിച്ചിരുന്നു. അപ്പീലധികാരി രാജാവ് തന്നെയായിരുന്നു. ചെറിയ കുറ്റങ്ങളും തൊഴിൽപരമായ പ്രശ്നങ്ങളും ഗ്രാമങ്ങളിലെ കോടതികളിൽ തന്നെ കൈകാര്യം ചെയ്തിരുന്നു. വിജയനഗരത്തിലെ ഭരണ സംവിധാനത്തിൽ പ്രധാന പങ്ക് വഹിച്ചവരായിരുന്നു നായകന്മാരും അമരനായകന്മാരും. വിജയനഗരത്തിലെ സാമൂഹിക സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക. വിവിധ ജാതി മത വിഭാഗങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു വിജയനഗര സമൂഹം. ബ്രാഹ്മണന്മാർക്കായിരുന്നു സമൂഹത്തിൽ മേധാവിത്വം ഉണ്ടായിരുന്നത്. ക്ഷേത്രങ്ങൾക്ക് അനുവദിച്ചിരുന്ന ഭൂമിയിൽ നിന്നുള്ള വരുമാനം ഇവർക്ക് അവകാശപ്പെട്ടിരുന്നു. സമൂഹത്തിലെ മറ്റു വിഭാഗങ്ങൾ കൃഷി, കച്ചവടം, കൈത്തൊഴിലുകൾ തുടങ്ങിയ മേഖലകളിലാണ് മുഖ്യമായും ഏർപ്പെട്ടിരുന്നത്. രാജകൊട്ടാരത്തിൽ രാജകീയ കണക്കുകൾ തയ്യാറാക്കാനും പൂന്തോട്ടം അലങ്കരിക്കാനും സ്ത്രീകളുടെ സേവനം ഉപയോഗപ്പെട്ടിരുന്നു. ബഹുഭാര്യത്വം, സതി, ശൈശവ വിവാഹം എന്നിവ നിലനിന്നിരുന്നു. ഇനി അടുത്ത ചോദ്യം, പ്രധാന വിജയനഗര രാജാക്കന്മാർ ആരെല്ലാമായിരുന്നു? രാജാക്കന്മാരുടെ രാജവംശം. അപ്പോൾ ആരൊക്കെയായിരുന്നു? ഹരിഹൻ, ബുക്കാൺ. ഏതായിരുന്നു? സംഗമ രാജവംശം. അടുത്തത് നരസിംഹ സാലുവ. ആരായിരുന്നു? സാലുവ വംശം. വീരസിംഹൻ കൃഷ്ണദേവരായർ. ആരായിരുന്നു? തുളുവ വംശം. തിരുമാല വെങ്കിട അരവിഡു വംശം. ഇതിലെ അവസാന ചോദ്യം 35ാമത്തെ ചോദ്യം, മുഗൾ വിജയനഗര ഭരണ സമ്പ്രദായങ്ങളുടെ പൊതു സവിശേഷതകൾ താരതമ്യം ചെയ്ത് പട്ടിക പൂർത്തിയാക്കുക. മുഗൾ ഭരണം, വിജയനഗര നഗരഭരണം. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. രാജവാഴ്ച, മൻസബ്ദാരി, അമരനായക സമ്പ്രദായം. മതസഹിഷ്ണുത. ഇനി അടുത്തത് എന്താ? ഉറുദു ഭാഷയുടെ വികാസം. അതെന്തായിരുന്നു?
സംസ്കൃത ഭാഷയുടെ വികാസം. ഇന്തോ പേർഷ്യൻ നിർമ്മാണ ശൈലി. അപ്പോൾ അത് വിജയനഗര ഭരണത്തിൽ എന്തായിരുന്നു? ദ്രാവിഡ നിർമ്മാണ ശൈലി. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ്, ഇത്രയും ചോദ്യോത്തരങ്ങളായിരുന്നു ആദ്യത്തെ യൂണിറ്റിൽ നമുക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ കൂട്ടുകാർ ഈ നോട്ട്സൊക്കെ എഴുതിയെടുക്കുക. കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.